എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് സ്വാഗതം പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. സുതപ്പൻ എത്തിയിട്ടില്ല. സുനിച്ചേട്ടനാണെങ്കിൽ കുറച്ച് മുമ്പ് പോവുകയും ചെയ്ത്. അപ്പൊ ഞാൻ ഓർത്ത് എന്നാ പിന്നെ എനിക്ക് കുറേ പണികളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ വൈകുന്നേരത്ത് നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറേ നാളായാലും നമ്മൾ സാധാരണ ജോലിക്ക് പോകുമ്പോഴാണ് വൈകുന്നേരം വന്നിട്ടുള്ള ജഗബൊക വിശേഷങ്ങളൊക്കെ കാണിക്കാറ് ഞാൻ. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് വൈകുന്നേരം എന്തായാലും സുധു വന്നേക്കുമ്പോൾ നമ്മുടെ വീഡിയോയും രാത്രി വരെയുള്ള ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളെല്ലാം നമുക്ക് കണ്ടാലാ. അപ്പോൾ പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ദേ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പോയിട്ടൊന്ന് മീനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടാ. അപ്പോൾ ഇന്നലെ നമുക്ക് സിന്ധുവമ്മ ഒരു മീനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മീനിൻ്റെ പേര് ഞാൻ മറന്നുപോയില്ല. മീനിൻ്റെ പേര് ഞാൻ വഴിയെ പറയാട്ടാ, മറന്നുപോയി. അപ്പം ഇപ്പം ഞാൻ പോയിട്ട് കുറച്ച് ചെമ്മീനും കുറച്ച് കൊഴുവയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. സുനിച്ചേട്ടനാണെങ്കിൽ സാധാരണ സുനിച്ചേട്ടൻ പോണ ദിവസം പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് തരാറാണുള്ള പതിവ്. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഇത് മുന്നത്തെ വീഡിയോയിലൊക്കെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അങ്ങനെ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ നമുക്കൊന്ന് എറാൻപേരൊക്കെ അടിച്ചിടണം, വിളക്ക് വെക്കാനുണ്ട്. അപ്പോൾ എറാൻപേരൊക്കെ അടിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും സുതപ്പം വന്ന് വിളക്കൊക്കെ കൊളുത്തിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ വൈകുന്നേരം നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ സുതപ്പന് ചോറ് കൊണ്ടുപോകുമ്പോൾ കറിയും ആവും, പിന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് ഒരുക്കി വെക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരം ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. 2 ദിവസമായിട്ട് എനിക്ക് അങ്ങാടും ഇങ്ങാടും ഒക്കെ കറക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് പോകണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ റാൻപേരൊക്കെ ഒന്ന് അടിച്ചിട്ടിട്ട് നമുക്ക് അടുക്കളയിലോട്ട് പോവാം. അടുക്കളയിൽ പോയിട്ട് അടുക്കളയിൽ ആകെ കൂടി വരച്ച് വാരിയിട്ടേക്കണ് ചേട്ടന് കൊണ്ടുപോകാനായിട്ട് കുറച്ച് പൊടി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായി. പിന്നെ എന്തൊക്കെ മേടിച്ചെന്നുള്ളതെന്ന് ചേട്ടൻ ഒറ്റക്ക് പോയിട്ടാണ് സാധനങ്ങൾ മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എന്തൊക്കെ ലിസ്റ്റ് ചേട്ടൻ ഒന്നും എഴുതാതെ തന്നെ പോയി മേടിച്ചത് കൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് വാങ്ങിച്ചേക്കണേന്ന് നമുക്ക് ഒരുമിച്ച് കാണുകയും ചെയ്യാം. ഞാൻ വേഗം റാൻപേരൊക്കെ ഒന്ന് അടിച്ചൊക്കെ ഇട്ട് വരുമ്പോഴേക്കും സുതപ്പനിപ്പോൾ വരും. പിന്നെ അവൻ വിളക്കൊക്കെ വെച്ച് സെറ്റായി വന്നു കഴിഞ്ഞ് അവന് കഴിക്കാനുള്ളത് എന്തൊക്കെയാണെന്നും ഒക്കെ ഉള്ള നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ആ പുതിയ സ്റ്റിക്ക് മേടിച്ചത് വലിയ ഉപകാരമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ വേഗം എല്ലാം അടിച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ചവറ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ വേഗം തന്നെ അടിക്കലും തൂക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹായ്, ഇപ്പം തല പോയാനെ ദൈവമേ, ഇത് തുറന്നിട്ടാണ് ഹായ് പറഞ്ഞു വന്നത് കേട്ടാ. അപ്പം എൻ്റെ എറാൻപേരടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം സുതപ്പന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ്. സമയമൊന്നും ആയിട്ടില്ല, എന്നാലും എറാത്ത് പോയിട്ട് നോക്കും. സമയം വന്നില്ലല്ല. അതിപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ സുതപ്പനും ചേട്ടനാണല്ലോ വരാനുള്ളത്. അപ്പം അവർ വരുമ്പോൾ വരാൻ വേണ്ടിയിട്ട് വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കലാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രധാനപ്പെട്ട പണി. അങ്ങനെ ചേട്ടൻ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണമായിരുന്നു. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മുടെ പരിപ്പ് പയറ് കടലകളൊക്കെ പോലുള്ള സാധനങ്ങൾ, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ചേട്ടൻ. പിന്നെ മീനും മേടിച്ചിട്ടുണ്ട്, പിന്നെ പച്ചക്കറിയും കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് സുതപ്പന് ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാറുണ്ട്, എല്ലാവരും കാണാറുണ്ടല്ലോ അല്ലേ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, വീഡിയോ നോക്കുമ്പോൾ അറിയാമല്ലോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടാ. അപ്പം ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനിയും നമുക്ക് നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുക്കാം. അങ്ങനെ ഞാനപ്പുറത്ത് എന്നാൽ പിന്നെ ഇതൊക്കെ ഒന്ന് ഒതുക്കിപ്പെറുക്കി വെക്കണം. കാരണം വേഗം ഒതുക്കിപ്പെറുക്കി വെക്കണം. കാരണം സുധു പഠിക്കാനായിട്ട് ഒരു 7:30 ആകുമ്പോഴേക്കും ഇരിക്കും. അപ്പോൾ ഇരിക്കുന്ന സമയമാകുമ്പോഴേക്കും വേഗം ഹാളിലോട്ട് ചെന്നില്ലെങ്കിൽ ആളുടെ ചെറു ഇവിടെ ഇരിക്കുമെന്ന്. കാരണം ആളാണല്ലോ എനിക്കിപ്പോൾ 2 മാസമായിട്ട് ഫുൾ എൻ്റെ കൂടെ, എന്ത് അടുക്കളയിലാണെങ്കിലും അല്ലെങ്കിലും എല്ലായിടത്തും പുള്ളി തന്നെയാണല്ലോ എൻ്റെ കൂടെ ഉണ്ടാവണത്. അപ്പം ആളുടെ ചെറും ഫുള്ള് ഇവിടെ ഇരിക്കുള്ളൂ. അമ്മ എന്തായിരിക്കും അവിടെ എടുക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എല്ലാ ജോലിയും കഴിച്ചിട്ട്, സാധാരണ ഇപ്പം സ്കൂൾ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് എല്ലാ ദിവസവും എല്ലാം കഴിഞ്ഞ് ഈ സമയമാകുമ്പോഴേക്കും സുധു വരുമ്പോൾ അവിടെ ഇരിക്കാറാണ് പതിവ്. ഇന്നെന്തോ കുറച്ച് മടി വന്ന്, പിന്നെ ഇന്നൊന്ന് കുറച്ച് കറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തോ നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കൂലല്ലോ. അപ്പം ഇന്ന് എനിക്ക് കുറച്ച് മടിയുള്ള ഒരു ദിവസമായിരുന്നു ഇന്നും. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർഡറിലല്ലാത്ത രീതിയിലായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ ബാക്ക് ടു ഒന്ന് സെറ്റായി തന്നെ മടിയൊക്കെ ഒന്ന് മാറ്റി വെക്കണം എന്ന് ഓർത്തിട്ട് ഞാനപ്പുറത്ത്. ഈ സമയമാകുമ്പോൾ കുഴപ്പമില്ല, സുതപ്പൻ ഇപ്പം വന്ന് ചായ കുടിച്ചൊക്കെ കഴിഞ്ഞാൽ അവർ ഇരുന്നോളും. എന്നാലും ഞാൻ മീൻ വെട്ടണേന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് കൂടെ വന്നിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് വായിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാല്ല. ഞാൻ അധികം അങ്ങോട്ട് വലിച്ചിട്ട് കൊണ്ടുപോകല. പിന്നെ ഇപ്പം ഇതൊക്കെ ഒന്ന് ഞാൻ ഒതുക്കിപ്പെറുക്കി വെക്കട്ടെ. അപ്പം ചേട്ടൻ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ നൂഡിൽസിൻ്റെ നല്ല റെസിപ്പീസൊക്കെ ഇനി നോക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നൂഡിൽസ് വെച്ചതിൽ മര്യാദക്ക് ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ, മര്യാദക്ക് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ മിക്സ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മിക്സ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചെയ്യുന്ന കുക്കിംഗ് വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തരുമ്പോൾ എനിക്കത് ഭയങ്കര, എനിക്ക് അടുത്ത പ്രാവശ്യം അടിപൊളിയായിട്ട് ചെയ്യാനുള്ളൊരു പ്രചോദനം കൂടി ആവുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്കിനി സുതപ്പനും കൂടി വന്നിട്ട് കാണാം. ഞാനപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇപ്പോൾ വരാട്ടാ. ഇവിടെ സുതപ്പൻ എത്തിയിട്ടുണ്ട് കേട്ടാ. സുതപ്പൻ വന്ന് സുതപ്പന്റെ വാഹനമൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആള് കുളിച്ച് വന്ന് വിളക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. ആമതേ വിളക്കൊക്കെ വെച്ച് ഇരുട്ടായിട്ടുണ്ട്. അപ്പൊ സുതപ്പൻ ദേ ഇനിയിപ്പ കഴിക്കാൻ പോണേണ്. അപ്പൊ കഴിക്കാൻ ആളവിടെ എവിടെ? ഈ അമ്മോനെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സുതപ്പൻ. സുതപ്പൻ ഇന്ന് ആകെ അന്തം വിട്ടിരിക്കയാണ്. സുതപ്പന്റെ ഇന്നത്തെ കഴിക്കാനുള്ളത് കണ്ടിട്ടേ ഇന്ന് എന്താണ് സുധുവിന്റെ ഡയലോഗ് വെച്ചത്? സുധു ഇതെന്റെ വീട് തന്നെയാണ് സുധുവിന് ഇന്ന് കഴിക്കാനുള്ളത്. ഞാൻ ആരെയും കാണിച്ചു കൊടുത്തിട്ടില്ല. എടുത്തുണ്ടോ? എന്തേ വന്നിട്ട് ബാഗ് ഇവിടെ വെച്ചേക്കണതല്ല കേട്ടാ. നേരത്തെ വീഡിയോയില് കാണുമ്പോ ബാഗ് ഇവിടെ വെച്ചേക്കണെന്ന് വിചാരിക്കും. പക്ഷെ സുധു ഇനി ഇത് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി പഠിക്കാന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഇനി റൂമിൽ പോയി എടുക്കണ്ടല്ലോ എന്നുള്ളത് ബാഗൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നോക്കൂ നമ്മുടെ വീട്ടിൽ എന്റെ വീട് മാറിപ്പോണ് ഞാൻ വന്നത്. സാധാരണ അവലൊക്കെ ഇരുന്നല്ലോ. അതെ, ഞാനിപ്പോ ഫ്രിഡ്ജിൽ നിന്ന് അവലെടുക്കണേയിരുന്നു. അപ്പഴമ്മ വേറെന്തോണ്ട് സന്തോഷായല്ലേ? അപ്പൊ നമ്മളിന്ന് ഉച്ചക്ക് ഞങ്ങള് രണ്ടുപേരും കൂടി ഇന്ന് പുറത്തു പോയപ്പോ ഞങ്ങള് ബിരിയാണി മേടിച്ചതിന്റെ ചിക്കൻ എനിക്കും സ്വന്തം ചിക്കൻ കറി മേടിച്ചു തന്നിട്ടുണ്ടായി. ആ ചിക്കൻ കറിയാണ് നമ്മളിവിടെ വെച്ച ചിക്കൻ കറി അല്ല കേട്ടാ. അതുപോലെ സുനിച്ചേട്ടൻ കൊണ്ടുവന്ന പൊറോട്ടയും കൂട്ടിയിട്ട് ഇന്ന് അടിപൊളിയായിട്ട് കഴിക്കാൻ പോണേ. എന്താണ് നാളെ നമുക്ക് അവലാണേ, അങ്ങനെ പറഞ്ഞൂടാ. അപ്പൊ സുതപ്പൻ ഇനി ഇത് കഴിച്ചിട്ട് വാ. എനിക്ക് കുറച്ച് പണിയുണ്ട് അടുക്കളയില്. അപ്പൊ ചെയ്തിട്ടാണ് ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട പണിയായ മീൻവെട്ടിലും കാര്യങ്ങളിലിട്ട് ഞാൻ കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചെമ്മീനും തിരുതക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മ നമുക്ക് തന്ന മീനിൻ്റെ പേര് തിരുതക്കണമെന്നായിരുന്നു കേട്ടോ. നല്ല അടിപൊളി തിരുത, നല്ല പച്ച മീനായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ആ മീനേയും ഇനി വെട്ടി വരുമ്പോൾ എന്താവുമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ദേ സംഭവങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളവും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ നമുക്ക് കിള്ളിയിട്ട് വെള്ളത്തിലിടണമല്ലോ. ചെമ്മീൻ ചടപടയെന്ന് കഴിയും. ബാക്കിയുള്ള മീനുകളൊക്കെ ഇച്ചിരി സമയം എടുക്കും ചെയ്യാനെങ്കിലും ഇന്ന് നമ്മൾ കുറച്ചധികം പണി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസത്തേക്ക് നമുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാമെന്ന് പറയുന്ന പോലെ എടുക്കുക വേവിക്കുക, അത്രയും നമുക്ക് വലിയ പണി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര കഠിനമായ പണിയെടുത്ത പോലെ തോന്നും. ആ ഇത്തിരി കണ്ട മീനെ വെട്ടി പെറുക്കി വന്നപ്പോഴേക്ക് ഈ നേരായത്. മീൻ വെട്ടാൻ ഇത്തിരിയല്ല കുറേ ബാക്കിലോട്ടാണ്. ചെമ്മീൻ കാണാനായിട്ട് ഫസ്റ്റ് അടിക്കും. അങ്ങനെ ചെമ്മീനൊക്കെ കിള്ളി നമ്മുടെ കൊഴുവ ഉണ്ടായിരുന്നല്ല. അപ്പൊ കുറച്ചധികം സമയം പോവല. അപ്പോഴേക്കും നമ്മുടെ സുതപ്പന്റെ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ സുധു? പഠനമൊക്കെ കഴിയേണ്ട സമയമായി. ഇപ്പൊ 9:30 മണിയായിട്ട്. അപ്പോഴേക്കും ഞാൻ കുളിച്ച് പിന്നെ ഇനി ചോറിനണം. അപ്പൊ മീൻകറി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ വറുക്കാനായിട്ട് അപ്പോഴേക്കും സുതപ്പൻ ഇട്ട് തന്ന്. പിന്നെ സുതപ്പൻ കുറച്ച് പണിയും കൂടി സഹായിച്ചു തന്നിട്ട്. സുധുവിന്റെ പഠിത്തം കഴിഞ്ഞപ്പോഴേക്കും സുധു നമ്മൾ നലക്കിയ തുണി വാഷിംഗ് മെഷീനിൽ നിന്ന് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നെന്ന്. അത് വേഗം തന്നെ സുധു കൊണ്ടുപോയി മുകളിലൊക്കെ വിരിച്ചെന്ന്. താങ്ക് യു. അങ്ങനെ അതേ നമ്മളിനി മീനും ചോറ് രാവിലത്തെ ചോറൊക്കെ തിളപ്പിച്ച് വെച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം നല്ല മടിയുണ്ടായിരുന്നു. കുറച്ചിങ്ങനെ അവിടെ ഇവിടെയും തടഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ ചില്ലായിട്ടുണ്ട് നല്ല അല്ലേ? അതെ മടിയൊക്കെ മാറിയില്ലേ? രാവിലെ പോയ ആളല്ലല്ലോ. പുതിയ വേണ്ടല്ലേ? വളരാൻ അനുവദിക്കുന്നില്ല. എന്ത് ചെയ്യാനാണ്? ഒരു ഗായികനെയാണ് ഇപ്പൊ തളർത്തിയത്. ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് കാണുക വേണമെങ്കിൽ പറയാം. ഇൻസ്റ്റയില് വോയിസ് അല്ല പാടിയിടുന്നതായിരിക്കും പുതിയ അത് കമന്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ചോറും കൂടി ഞാൻ കറി കാണിച്ചു തരാം. അങ്ങനെ ദേ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻകറി സെറ്റ്, പുളിയൊക്കെ ഇട്ട് പറ്റിച്ച മീൻകറി. പിന്നെ ദേ നമ്മുടെ കൊഴുവ വറുത്തത്, ചോറ്. അപ്പൊ കൊഴുവ വറുത്തതും കൂടി കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചാലാ. സുതപ്പൻ ഇപ്പൊ എന്നെ ട്രോളനായിരുന്നു. അല്ല വോയിസ് കോപ്പിറൈറ്റ് ചോദിക്കണായിരുന്നു ഞാൻ അമ്മനോട്. ഞാൻ പാട്ട് പാടിയപ്പോ കോപ്പിറൈറ്റ് കിട്ടുമെന്ന്. എന്താണ് അല്ല ഇനി പാടിയവര് കണ്ടിട്ട് ഇനി വന്നിട്ട് ഒന്നുകൂടി പാടിപ്പോ ചോദിച്ചാ കിട്ടണ അവസരം ഒന്നും വരാൻ മുതല ഇങ്ങനെ മാക്സിമം കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്കതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളാരെ കളിയാക്കി നമ്മൾ മൈൻഡ് ചെയ്യൊന്നുമില്ല. നമ്മള് വീണ്ടും പുതിയ വേണ്ട നിങ്ങളോടും. അപ്പൊ എന്തായാലും ചോറൊക്കെ എടുത്തിട്ടുണ്ടല്ലോ കേട്ടാ. നമ്മുടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുതപ്പൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ പൊരിച്ചത്, വെള്ളി വന്ന് അതിൻ്റെ ഇടക്ക് മീൻ കറിയും ഒക്കെ കൂട്ടി നമ്മളിങ്ങനെ മീൻ കറി
കറിപ്പാത്രത്തിലാക്കിയിട്ട് കഴിക്കാറില്ല കേട്ടോ, ചോറിന്റെ മുകളിൽ തന്നെയാണ് ഇടാറ്. അത് കാരണം നമ്മുടെ വലിയ പ്ലേറ്റ് ആണല്ലോ, അപ്പൊ പിന്നെ നമുക്ക് എത്ര കറി വേണമെങ്കിലും ഇടാനായിട്ട് പറ്റണ വിധത്തിലുള്ളതായതുകൊണ്ട് അങ്ങനെ കേട്ടോ ചെയ്യണത്. അങ്ങനെ എന്റെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ സുധപ്പൻ മീൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്യോ സുധു? ചൂടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ ചൂടുണ്ടാവും, നല്ല ചൂടുണ്ടാവും. കാരണം ഇപ്പൊ നമ്മള് അടപ്പത്ത് നിർത്തുള്ള ചോറാണെങ്കിൽ രാവിലെ വെച്ച ചോറായതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്ന് തിളപ്പിച്ചെടുത്ത്, അപ്പൊ അത് നല്ല ഇതായിരിക്കുമല്ലോ. സൂപ്പറാണ്. താങ്ക് യു സിന്ധു മാമ. ആ ഈ മീൻ സൂപ്പർ, ഇഷ്ടപ്പെട്ടു. കൊറേ ദിവസമായില്ലേ നമ്മള് മീൻ വറുത്തതും കൊറേ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ മീനൊക്കെ കഴിക്കണത്. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ പച്ചക്കറി തന്നെ ആയിരുന്നു. പച്ചക്കറി കഴിക്കണേ കുഴപ്പമൊന്നുമില്ല, പച്ചക്കറി നമ്മൾ സെറ്റാണ്. എന്നാലും ഇടക്ക് മീൻ കിട്ടുമ്പോ നമ്മളൊരു സന്തോഷമാണ് അല്ലെ. നമ്മൾ ചെറുതിലെ മുതൽ ഇങ്ങനെ മീൻ കറി മീൻ വറുത്തതൊക്കെ കൂട്ടിക്കൊണ്ട് ഫുൾ പച്ചക്കറിയിലോട്ട് വരുന്നതിനെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കൂട്ടുകാർ ചോദിക്കണുണ്ടായിരുന്നു എന്താണ് സിന്ധു അമ്മ എന്ന് വിളിക്കണതെന്ന് ചോദിക്കണായിരുന്നു കേട്ടാ. സിന്ധു അമ്മ എന്നല്ലാട്ട നമ്മൾ വിളിക്കണത്, അമ്മയെന്ന് തന്നെ വിളിക്കണത്. അപ്പൊ നമ്മൾ വീഡിയോയില് സിന്ധു അമ്മ, ഇവിടെ നമ്മുടെ പേര് മൈത്രി എന്നാണ്, അപ്പൊ മൈത്രി അമ്മ അങ്ങനെ നമ്മൾ വീഡിയോയില് പറയുമ്പോൾ മാത്രമാണ്, അല്ലാതെ നമ്മൾ സിന്ധു അമ്മ എന്ന് പ്രത്യേകിച്ച് പറയാറില്ല. അമ്മ എല്ലാം അമ്മ തന്നെ. എന്നാല് ഞാൻ വീഡിയോയിലൊന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടാ. അപ്പൊ അമ്മ തന്ന മീൻ സൂപ്പർ അടിപൊളി അല്ലേ സുധപ്പ? ഇനി ഇത് കൂട്ടി ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാവൂ, എന്തെങ്കിലും ഒരൽത്തും കൂടി ആവായിരുന്നു, ആർപ്പാടാവും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്തേണ്ടിട്ട്. അപ്പൊ നമ്മൾ കുറേ ദിവസമായല്ലോ രാത്രിയിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.